വാർത്തകൾ തുടരുന്നു. യാത്രക്കാരുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് തോളൂർ പാലത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് ജോലികൾ ആരംഭിച്ചു. കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി സേവ്യർ ചിറ്റലപ്പള്ളി MLA നേരിട്ട് സ്ഥലത്തെത്തിയിരുന്നു. 1.50 കോടി രൂപയുടെ വലിയ തുക ഉപയോഗിച്ചാണ് തോളൂർ പാലത്തിന്റെ പുനർനിർമ്മാണം അതിവേഗം പൂർത്തിയാകുന്നത്. പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ ഉപവിഭാഗമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പാലം പുനർനിർമ്മാണ പ്രവൃത്തിയുടെ ആദ്യഘട്ടമായി പഴയ പാലം പൂർണ്ണമായും പൊളിച്ചുമാറ്റിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 9 മീറ്റർ നീളവും ഒരു വശത്ത് നടപ്പാത ഉൾപ്പെടെ 8.50 മീറ്റർ വീതിയുമുള്ള അത്യാധുനിക രീതിയിലുള്ള പുതിയ പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗിനൊപ്പം തന്നെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം, കാന നിർമ്മാണം, അപ്രോച്ച് റോഡ് നിർമ്മാണം എന്നീ അനുബന്ധ പ്രവൃത്തികൾ കൂടി വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA വ്യക്തമാക്കി. തോളൂര് പാലത്തിന്റെ മെയിൻ സ്ലാബിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കൈപ്പറമ്പ് പറപ്പൂർ റൂട്ടിലെ ഒരു കുപ്പിക്കഴുത്തായാണ് നേരത്തെ നമ്മുടെ തോളൂർ പാലം നിലകൊണ്ടിരുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിലും വർഷങ്ങളിലൊക്കെ ആയാണ് നമുക്കറിയാം ഇവിടെ കോന്നൂര് മുതൽ പറപ്പൂർ വരെ BMNBC നിലവാരത്തിലേക്ക് റോഡ് ഉയരുകയും PWDയുടെ എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ച് നമ്മൾ റോഡ് ഭംഗിയാക്കിയപ്പോൾ തോളൂർ പാലം ഒരു കുപ്പിക്കഴുത്താണ് എന്ന് ആ ഘട്ടത്തിൽ ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ബഡ്ജറ്റിലെ MLAക്ക് നിർദ്ദേശിക്കാവുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട് തോളൂർ പാലം നിർദ്ദേശിച്ചതും 1,05,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് തോളൂർ പാലം പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് അദ്ദേഹം അനുവദിക്കുകയും കൂടുതൽ നടപടിക്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പാലം പണിയുന്നിടത്ത് യഥാർത്ഥത്തിൽ പാലത്തിനേക്കാൾ ചെറുതാണ് ഇപ്പോൾ റോഡ്. അപ്പോൾ ഈ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് എങ്ങനെ പാലം പണി മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട പാലനിർമ്മാണ യൂണിറ്റ് ഉണ്ടല്ലോ, മറ്റേ ബ്രിഡ്ജസിൻ്റെ CE, EE തലത്തിലുള്ള എല്ലാ എൻജിനീയേഴ്സും സ്ഥലം പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ഡിസൈൻ ഈ പാലത്തിന് രൂപപ്പെടുത്തിയത്. ഇപ്പോൾ 9 മീറ്ററാണ് നീളം, 8.5 മീറ്ററാണ് വീതി. അപ്പോൾ ഏകദേശം ഒരു സമചതുരം പോലെ തന്നെയാണ്, ഏകദേശം 1/2 മീറ്ററിൻ്റെ വ്യത്യാസമാണ് ഫുട്പാത്തോട് കൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ പാലം പുനർനിർമ്മിക്കപ്പെടുന്നത്. പാലനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഒരു വ്യതിചലന റോഡിൻ്റെ അപര്യാപ്തത നമുക്ക് പാലം പണിയിൽ നല്ലവണ്ണം നമ്മളെ ബാധിച്ചിരുന്നു. നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ വകുപ്പും പഞ്ചായത്തും എല്ലാവരും നന്നായി ഇടപെട്ടുകൊണ്ടാണ് നമ്മളൊരു നടപ്പാത ക്രമീകരിച്ചു. അതിലേക്കുള്ള ആക്സസിൻ്റെ പ്രശ്നം ഉയർന്നു വന്നു. ഇപ്പോൾ ഏകദേശം എല്ലാവരും പാലം പണിയോട് ആ രീതിയിൽ സഹകരിക്കുന്ന നില വന്നു. ഇടയ്ക്ക് വെച്ച് നമുക്കൊരു പാലം തകർന്നു വീഴുന്ന നില വന്നു. ഇതെല്ലാം വെച്ച് നമ്മൾ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ മെയിൻ സ്ലാബിൻ്റെ വർക്ക് അതിവേഗത്തിലാണ് നമുക്ക് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ നമ്മുടെ കനാലിൽ നിന്ന് കെട്ടിപ്പൊക്കുന്ന ഘട്ടത്തിൽ ഓരോ തവണയും ഇതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് ഉണ്ട്. നമുക്കറിയാം ഏകദേശം 28 ദിവസമൊക്കെയാണ് ക്യൂറിംഗ് പീരീഡായിട്ട് PWDയുടെ മാനുവലിലുള്ളത്. അപ്പോൾ ആ പീരീഡ് ഘട്ടം ഘട്ടമായാണ് മുന്നോട്ട് വരുന്നത്. അതിനിടയിൽ മഴ പെയ്യുമ്പോൾ 4 കാനകളിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായും നമ്മുടെ ഈ കനാലിലേക്കാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടാണ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി PWDയുടെ ബ്രിഡ്ജസിൻ്റെ എൻജിനീയേഴ്സ്, പ്രത്യേകിച്ച് AXCയും AEയും ഒക്കെ തന്നെ സ്ഥലത്ത് നിരന്തരമായി ക്യാമ്പ് ചെയ്ത് ഇവിടേക്ക് ആവശ്യമായ നിർമ്മാണ സാമഗ്രികളെല്ലാം തന്നെ നേരത്തെ തയ്യാറാക്കി ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. MLAയോടൊപ്പം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി എന്നിവരും സ്ഥലം സന്ദർശിച്ചിരുന്നു. കൂടാതെ പൊതുമരാമത്ത്, പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു NG, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ VN, ഓവർസിയർ നിവിയ വിൻസെന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മെജോ ജെയിംസ് മാസ്റ്റർ, പറപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനില ബിജു, ജിഷ്ണുദേവ് KS, വിമിത രതീഷ് എന്നിവരും ജനപ്രതിനിധികൾക്കൊപ്പം സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി.